വ്യത്യസ്തമായ സംസ്കാരങ്ങളും ആചാരങ്ങളും കൊണ്ട് സമ്പന്നമാണ് ലോകം. പലയിടങ്ങളിലും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത, ചിന്തിക്കാൻ പോലുമാകാത്ത തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. സമൂഹം എത്രയൊക്കെ പുരോഗതി പ്രാപിച്ചിട്ടും സാങ്കേതികവിദ്യ അനുദിനം വളർച്ച കൈവരിച്ചിട്ടും പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ഈ ആചാരങ്ങൾ അണുവിട തെറ്റിക്കാതെ ജീവിക്കുന്നവരിൽ ഏറിയ പങ്കും ഗോത്രവർഗക്കാർക്കാണ്. ആഫ്രിക്കയിലെ വടക്കൻ നമീബിയയിൽ പൊതുസമൂഹത്തിൽ നിന്നും നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഹിംബ ഗോത്രവർഗക്കാരുടെയിൽ അത്തരത്തിൽ ഏറെ വിചിത്രമായൊരു ആചാരമുണ്ട്. ഈ ഗോത്രവിഭാഗത്തിലെ സ്ത്രീകൾ അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കൽ മാത്രമേ കുളിക്കാറുള്ളൂ. ശുചിത്വത്തെക്കുറിച്ചും സ്വയം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും തികച്ചും വേറിട്ട കാഴ്ചപ്പാടാണ് ഈ ഗോത്രവർഗക്കാർക്കുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവരുടെ ആചാരപ്രകാരം കുളി എന്നത് നിഷിദ്ധമാണ്. ഈ വിചിത്രമായ ആചാരം മറ്റുള്ളവർക്ക് അപരിഷ്കൃതമാണെങ്കിലും അവരുടെ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. നാടോടികളായി ജീവിതം നയിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഹിംബ ഗോത്രവർഗക്കാരായ സ്ത്രീകൾ അവരുടെ വിവാഹദിനത്തിൽ മാത്രമേ കുളിക്കുകയുള്ളൂ. അതിനാൽ അങ്ങേയറ്റം വൃത്തിഹീനരായ ആളുകളായിരിക്കും ഇവർ എന്ന് കരുതിയെങ്കിൽ തെറ്റി. ആഫ്രിക്കയിലെ ഗോത്രവർഗങ്ങളിൽ തന്നെ ഏറ്റവും സുന്ദരിമാരാണ് ഹിംബ ഗോത്രത്തിലുള്ളത്. ശരീരം എപ്പോഴും ശുചിയാക്കി വയ്ക്കാൻ വേറിട്ട ചില മാർഗങ്ങളാണ് ഇവർ അവലംബിക്കുന്നത്. ശരീരത്തിൽ പുക ഏൽപ്പിച്ചും സ്റ്റീം ബാത്ത് ചെയ്തും ഇവർ സ്വയം ശുചിയാക്കും. പ്രത്യേകതരം പച്ചില മരുന്നുകൾ കത്തിച്ചുണ്ടാക്കുന്ന പുക ശരീരത്തിൽ ഏൽപ്പിക്കുന്നതോടെ അണുക്കളും ബാക്ടീരിയകളും പൂർണ്ണമായി ഇല്ലാതാകും. സ്റ്റീം ബാത്തിനായി ചില പ്രത്യേക ഔഷധ സസ്യങ്ങളാണ് ഇവർ ആശ്രയിക്കുന്നത്. ശരീരം അണുവിമുക്തമാക്കുന്നതിനു പുറമെ ദുർഗന്ധം അകറ്റാൻ ഇവയിലൂടെ സാധിക്കുന്നു. അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയിൽ ജലദൗർലഭ്യം നേരിട്ട് ജീവിക്കുന്ന ഇവർക്ക് ശരീര ശുചിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ജലം പാഴാക്കാതെ ജീവിക്കാനാവുന്ന തരത്തിലാണ് ഈ ആചാരങ്ങൾ പിന്തുടർന്നു വരുന്നത്. ഗോത്രവിഭാഗക്കാരുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന്റെ പ്രധാന ഘടകം ഒരു ഔഷധക്കൂട്ടുകൾ തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറം ഹിംബ സ്ത്രീകൾക്ക് കൃത്യമായ സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങളുമുണ്ട്. ചെമ്മണ്ണും വെണ്ണയും സുഗന്ധമുള്ള ഔഷധ സസ്യങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന പേസ്റ്റ് ഇവർ മുടിയിലും ത്വക്കിലും പുരട്ടുന്നു. വെയിലിൽ നിന്നും ചർമ്മത്തിന് സംരക്ഷണമേകാനും പ്രാണികളുടെയും മറ്റു ശല്യം അകറ്റി നിർത്താനും ഇത് ഇവരെ സഹായിക്കുന്നു. ഇവരുടെ ആഭരണങ്ങളിലുമുണ്ട് പ്രത്യേകത. ചെമ്പ്, കടൽക്കക്ക, പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച സങ്കീർണമായ ആഭരണങ്ങളാണ് ഇവർ ധരിക്കുന്നത്. സൗന്ദര്യം, പദവി, ഗോത്ര അംഗത്വം എന്നിവയുടെ പ്രതീകങ്ങൾ കൂടിയാണ് ഇവരുടെ ആഭരണങ്ങൾ. ഗോത്രവർഗത്തിൽ സ്ഥാനവും പദവിയും നിർണ്ണയിക്കുന്നത് പശുക്കളുടെ ഉടമസ്ഥത അടിസ്ഥാനമാക്കിയാണ്. സ്വന്തമായി പശുവില്ലാത്ത വ്യക്തിക്ക് ഗോത്ര സമൂഹം ബഹുമാനം നൽകില്ല. പശുക്കളുടെ പരിപാലനത്തിന്റെ മുഴുവൻ ചുമതലയും സ്ത്രീകൾക്കാണ്. പശുക്കറവ സ്ത്രീകളുടെ അവകാശവും ഉത്തരവാദിത്വവുമാണ്. ഗോത്രവർഗത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ പശു വളർത്തൽ ആയതിനാൽ അവയെ പരിപാലിക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും സമൂഹത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടാകും.